Hello friends, welcome to S4 Online PSC Coaching. We will discuss A series fifth video. ഇതിനു മുമ്പ് രണ്ട് FM ന്റെ വീഡിയോ ഇതുണ്ടായിരുന്നു. FM സീരീസിലെ മൂന്നാമത്തെ വീഡിയോ അതേപോലെ A സീരീസിലെ അഞ്ചാമത്തെ വീഡിയോ ആണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സും അതേപോലെ പാസ്കൽസ് ലോ ആണ്. അപ്പോൾ എന്താണത് എന്ന് പ്രോബ്ലത്തിലൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓട്ടോകാഡിന്റെ വീഡിയോസ് ആയിരുന്നു. സോ അത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് പറഞ്ഞു. അതിന്റെ ഒരു 80% ചോദ്യം 17th നടന്ന ഹാർബർ എക്സാമിന്റെ 80% ചോദ്യം ആ ഒരു മൂന്ന് വീഡിയോസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി രണ്ടോ മൂന്നോ ചോദ്യങ്ങളാണ് അതിൽ വരാത്തുണ്ടായിരുന്നത്. പക്ഷെ അത് നെക്സ്റ്റ് വീഡിയോയിൽ വേണ്ടി ചെയ്യാൻ വെച്ചതായിരുന്നു. പക്ഷെ ടൈം ലിമിറ്റേഷൻ കാരണം അത് ചെയ്യാൻ പറ്റിയില്ല. ഇനി കൂടുതൽ ഓട്ടോകാഡ് വീഡിയോസ് ആണെങ്കിൽ പ്ലീസ് കമന്റ് ഇൻ ദ കമന്റ് ബോക്സ്. പിന്നെ വേറെ ഏത് വീഡിയോസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓപ്പൺ ആയിട്ട് പറയാം. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പ്രഷർ ഡ്യൂ ടു എ കോളം ഓഫ് 0.5 മീറ്റർ ഓഫ് വാട്ടർ. ഇപ്പൊ ചോദിച്ചിട്ടുള്ളത് 0.5 മീറ്റർ ഓഫ് വാട്ടറിൽ ഒരു ലിക്വിഡ് കോളം ഉണ്ട്, അതിൽ ആക്ട് ചെയ്യുന്ന പ്രഷറാണ് ചോദിച്ചിട്ടുള്ളത്. പ്രഷർ കാണാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റോ ജി എച്ച്. ഇപ്പൊ റോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഡെൻസിറ്റി എന്നാണ്. ഡെൻസിറ്റി ഓഫ് ഇവിടെയാണ് വാട്ടർ ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. അത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇറ്റ് ഈസ് 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇറ്റ് ഈസ് 0.5 മീറ്റർ. അങ്ങനെയാണെങ്കിൽ പ്രഷർ ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു 9.81 ഇൻറ്റു 0.5. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇറ്റ് ഈസ് ആൾമോസ്റ്റ് ഈക്വൽ ടു 0.49 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. സോ ആൻസർ എ ആണ് വരിക. സോ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഡെൻസിറ്റി കിലോഗ്രാമിൽ എടുത്തിട്ട് ആൻസർ ന്യൂട്ടണിൽ വരുന്നത്. സോ അതിന് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഒരു കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു വസ്തുവിന് ഒരു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലേഷൻ കൊടുക്കാനുള്ള കപ്പാസിറ്റിക്കാണ് നമ്മൾ ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ന്യൂട്ടൺ സെക്കൻഡ് സ്ക്വയർ ബൈ മീറ്റർ. ഇനി അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അത് ഡെൻസിറ്റി 1000 കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബിന് പകരം കിലോഗ്രാമിന് പകരം ന്യൂട്ടൺ സെക്കൻഡ് സ്ക്വയർ ബൈ മീറ്റർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു 1/m ക്യൂബ്, അതായത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലെ മീറ്റർ ക്യൂബ്, ഇൻറ്റു ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ദാറ്റ് ഇസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു മീറ്റർ. ഇത് സോൾവ് ചെയ്യുമ്പം സെക്കൻഡ് സ്ക്വയർ ക്യാൻസലായി നമുക്ക് കിട്ടുക ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഇത് മാറ്റുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ ആൻസർ ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയറിൽ കീ ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആയതുകൊണ്ട് അതിനെ ഇൻറ്റു ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയറിനെ ന്യൂട്ടൺ സെക്കൻഡ് ബൈ സെന്റിമീറ്റർ സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ബൈ 10⁻⁻⁴ ചെയ്താൽ മതി. ഡിവൈഡ് ബൈ 10⁻⁴. അങ്ങനെയാണ് ഈ ആൻസർ കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പ്രഷർ ഡ്യൂ ടു എ കോളം ഓഫ് 0.3 മീറ്റർ ഓഫ് മെർക്കുറി. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 0.3 മീറ്റർ ഹൈറ്റ് ഉണ്ട്, മെർക്കുറി ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ചെയ്യാൻ P ഈസ് ഈക്വൽ ടു റോ എന്ന് പറഞ്ഞാൽ ഇവിടെ വരിക 13,600 ആവും. ഡെൻസിറ്റി മാറും ഇൻറ്റു 9.81 ഇൻറ്റു 0.3. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 4 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും. സോ ആൻസർ വരിക സി ആണ്. സോ ഈ രണ്ട് ക്വസ്റ്റ്യനും കണ്ടപ്പോൾ മനസ്സിലായി കാണും പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ റോജിനെയും അതേപോലെ തന്നെ ഹൈറ്റിനെയാണ്. ഒരു ലിക്വിഡിന്റെ റോജി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഒരു എക്സാമ്പിൾ ആയി പറയുകയാണെങ്കിൽ ഒരു വെസൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഈ ഫ്രീ സർഫസിന് 5 മീറ്റർ വിട്ടിട്ടാണെന്ന് വിചാരിക്കുക. അതേപോലെ ഇതിനേക്കാളും ഡയാമീറ്റർ അല്ലെങ്കിൽ സൈസ് കുറഞ്ഞൊരു വെസൽ എടുത്തു, അവിടുന്ന് ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു, ആ ഒരു ഹൈറ്റും 5 മീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പോയിന്റിൽ വരുന്ന പ്രഷറും രണ്ടും ഈക്വൽ ആയിരിക്കും. കാരണം അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് വെറും ഹൈറ്റിനെ മാത്രമാണ്, അല്ലാതെ ആ നിൽക്കുന്ന വെസലിന്റെ സൈസിനെ ഷേപ്പിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. ഓൺലി ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹൈറ്റ്. സോ ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ സാധാരണ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയുന്നത്. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. സോ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രഷർ ഓഫ് എ ലിക്വിഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ ഹൈറ്റ് ആണ്. ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് മീഡിയത്തിനെ മാത്രമാണ് പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലാതെ വെസലിന്റെ അല്ലെങ്കിൽ ടാങ്കിന്റെ ഷേപ്പിനെയോ സൈസിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. അടുത്ത ക്വസ്റ്റ്യൻ, പ്രഷർ ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഇൻ എ ഫ്ലൂയിഡ് ഈസ് ഗിവൺ ആസ് 4 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഫൈൻഡ് ദ കറസ്പോണ്ടിങ് ഹൈറ്റ് ഓഫ് ഫ്ലൂയിഡ് വെൻ ദ ഫ്ലൂയിഡ് ഈസ് വാട്ടർ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഹൈറ്റ് കാണാനാണ്, പ്രഷർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഈസ് ഈക്വൽ ടു പി ബൈ റോ ജി. പ്രഷർ എന്നാൽ 4 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ്. അത് ഞാൻ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 4 ഇൻറ്റു 10⁻⁴ എന്നാക്കി. ഡിവൈഡ് ബൈ റോ ജി. റോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1000. വെള്ളം ആയതുകൊണ്ട് 1000 ആണ്. ജി 9.81. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇറ്റ് ഈസ് 4 മീറ്റർ ഓഫ് വാട്ടർ എന്ന് കിട്ടും. സോ ആൻസർ വരിക സി ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ, the pressure intensity at a point in a fluid is given as 4 Newton per centimeter square. Find the corresponding height of fluid when the fluid is mercury. സോ അത് മുമ്പ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ, പക്ഷേ ഇവിടെ വ്യത്യാസം മെർക്കുറി ആണ് യൂസ് ചെയ്യുന്നത്. പ്രഷർ എല്ലാം സെയിം ആണ്, മെർക്കുറി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ മെർക്കുറിയുടെ ഹൈറ്റ് കാണാൻ ഇറ്റ് ഈസ് പി ബൈ റോ ജി. പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 4 ഇൻറ്റു 10⁴ ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ റോ 9. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ് 13,600 ഇൻറ്റു ജി 9.81. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്ക് 0.29 മീറ്റർ എന്നാണ്. സോ ആൻസർ വരിക ബി ആണ്. ഈ കഴിഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്താൽ മനസ്സിലാവും. ഒരു പ്രഷർ രണ്ട് സ്ഥലത്തും 4 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മൾ യൂസ് ചെയ്തത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ഒരു പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളത്തിന്റെ ഒരു ലിക്വിഡ് ഹൈറ്റ് വേണ്ടി വന്നത് 4 മീറ്റർ ആണ്. പക്ഷെ അതേസമയം അത് മെർക്കുറി വേണ്ടി വന്നത് വെറും 0.29 മീറ്റർ ആണ്. സോ ഒരേ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിന്റെ ലിക്വിഡ് ഹൈറ്റ് ഒരുപാട് വേണ്ടി വരും, പക്ഷെ മെർക്കുറിക്ക് വളരെ കുറച്ച് മതി. ഈ ഒരു ബേസിസിലാണ് നമ്മൾ ഈ പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിലൊക്കെ മെർക്കുറി ഫില്ല് ചെയ്യുന്നത്. വെള്ളം ഫില്ല് ചെയ്യാതെ, വാട്ടർ ഫില്ല് ചെയ്യാതെ മെർക്കുറി ഫില്ല് ചെയ്യാനുള്ള കാരണം ഇതാണ്. കാരണം വളരെ കുറച്ച് ഹൈറ്റ് കാണിച്ചാൽ മതി മെർക്കുറിക്ക്, പക്ഷെ അതേ പ്രഷർ വാട്ടർ കാണിക്കണമെങ്കിൽ ഒരുപാട് ഹൈറ്റ് വേണ്ടി വരും. നമ്മൾ ബ്ലഡ് പ്രഷർ ഒക്കെ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് കണ്ടിട്ടുണ്ടാവും, അതിലൊക്കെ മെർക്കുറി ഫില്ല് ചെയ്യാൻ കാരണം അതാണ്. വെള്ളം അല്ലെങ്കിൽ വാട്ടർ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ആ റൂം മൊത്തം ഒരു ലിക്വിഡ് കോളം ഉണ്ടാക്കേണ്ടി വരും. സോ അത് പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മെർക്കുറി ഫില്ല് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ ഒരു അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യുന്നത്, അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 101.3 കിലോ പാസ്കൽ ആണ്. ഇത് വാട്ടർ വെച്ചിട്ട് മെഷർ ചെയ്യണമെങ്കിൽ ഇറ്റ് നീഡ്സ് 10.3 മീറ്റർ ഓഫ് വാട്ടർ. പക്ഷെ അതേസമയം അത് 760 mm ഓഫ് മെർക്കുറി മാത്രം മതി. 760 mm ഓഫ് മെർക്കുറി മാത്രം മതി. സോ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ മെർക്കുറി യൂസ് ചെയ്യുന്നത്, വാട്ടർ യൂസ് ചെയ്യാതെ മെർക്കുറി യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, an oil of specific gravity 0.5 is contained in a vessel. At a point the height of oil is 30 meter. Find the corresponding height of water at the point. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 0.5 സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള ഒരു ഓയിൽ ഉണ്ട്, അതിന് ഹൈറ്റ് 30 മീറ്റർ ആണ് കാണിക്കുന്നത്. അതിന്റെ പ്രഷർ എത്രയായിരിക്കും? അതിന്റെ പ്രഷർ എത്രയായിരിക്കും? അങ്ങനെയാണെങ്കിൽ അതേ പ്രഷർ കാണിക്കണമെങ്കിൽ വാട്ടർ എത്ര എടുക്കേണ്ടി വരും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഇക്വേഷൻ സെയിം തന്നെയാണ്. നമ്മൾ ആദ്യം പ്രഷർ കണ്ടുപിടിക്കാം. പ്രഷർ ഈസ് ഈക്വൽ ടു റോ ജി എച്ച്. റോ എന്ന് പറഞ്ഞാൽ 0.5 ഇൻറ്റു 1000 ഇൻറ്റു ജി. ജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 9.81 ഇൻറ്റു എച്ച് 30 മീറ്റർ. ഇതാണ് പ്രഷർ. സോ ഇതേ പ്രഷർ മെഷർ ചെയ്യാൻ വാട്ടർ എത്ര വേണം? സോ ഹൈറ്റ് ഈസ് ഈക്വൽ ടു പ്രഷർ ബൈ റോ ജി. പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.5 ഇൻറ്റു 1000 ഇൻറ്റു 9.81 ഇൻറ്റു 30 ഡിവൈഡ് ബൈ റോ എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്. സോ 1000 വന്നു, 1000 ഇൻറ്റു ജി 9.81. സോ ഇത് ക്യാൻസലായി. നമുക്ക് കിട്ടുന്ന ആൻസർ 15 മീറ്റർ എന്നാണ്. സോ ആൻസർ വരിക ബി ആണ്. സോ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും, സ്പെസിഫിക് ഗ്രാവിറ്റി വെള്ളത്തിനേക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൂടുതൽ ലിക്വിഡ് കോളം വേണ്ടി വരും. ഇവിടെ 30 മീറ്റർ വേണ്ടി വന്നു, പക്ഷെ അതേസമയം വാട്ടർ വേണ്ടി വന്നത് അവിടെ വെറും 15 മീറ്റർ ആണ്. സോ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുന്തോറും ആ ലിക്വിഡ് കോളത്തിന്റെ ഇത് കുറഞ്ഞു വരും, പക്ഷെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുന്തോറും ആ കൂടുതൽ ലിക്വിഡ് വേണ്ടി വരും. ഈ ഒരു പ്രിൻസിപ്പളാണ് അവിടെ നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, an open tank contains water up to a depth of 2 meter and above it an oil of specific gravity 0.6 for a depth of 1 meter. Find the pressure intensity at the interface of the two liquids. ഇവിടെ പറഞ്ഞത് ഒരു ടാങ്കിൽ രണ്ട് ലിക്വിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓയിലാണ്, അതിന് തൊട്ട് താഴെ വാട്ടർ ഉണ്ട്. ഓയിലിന്റെ ഹൈറ്റ് കണ്ടിട്ടുണ്ട് 1 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വാട്ടറിന്റെ ഹൈറ്റ് 2 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇന്റർഫേസിൽ വരുന്ന പ്രഷർ എത്രയാണ്? ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ രണ്ട് ലിക്വിഡ് ജോയിൻ ചെയ്യുന്ന മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. സോ അവിടെ വരുന്ന പ്രഷർ എത്രയാണ്? സോ ഇന്റർഫേസിലൊക്കെ പ്രഷർ മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ തൊട്ട് മുകളിൽ വരുന്ന ലിക്വിഡ് മാത്രം കൺസിഡർ ചെയ്താൽ മതി, അതിന് താഴോട്ട് വരുന്ന ലിക്വിഡ് കൺസിഡർ ചെയ്യരുത്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രഷർ ഈസ് ഈക്വൽ ടു റോ ജി എച്ച്. റോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓയിലാണ്, ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ 0.6 ആണ്. 0.6 ഇൻറ്റു 1000 ഇൻറ്റു ജി ദാറ്റ് ഈസ് 9.81 ഇൻറ്റു ഡെപ്ത്. ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഓയിൽ നിൽക്കുന്നത് 1 മീറ്ററിലാണ്. സോ 1. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.58 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. സോ ഇതാണ് ആൻസർ വരിക, 0.58 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ, an open tank contains water up to a depth of 2 meter and above it an oil of specific gravity 0.6 for a depth of 1 meter. Find the pressure intensity at the bottom of the tank. സോ ഇവിടെ ചോദ്യം സെയിം തന്നെയാണ്, പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്റർഫേസിലല്ല ബോട്ടത്തിൽ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്.
താഴെ ബോട്ടത്തിൽ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വരുന്ന പ്രഷറും അതേപോലെ ഇത് കാരണം ഉണ്ടാകുന്ന പ്രഷർ രണ്ട് ആഡ് ചെയ്താൽ മതി. ഈ ടോട്ടൽ പ്രഷർ ആഡ് ചെയ്താൽ മതി. ഓയിൽ ഉണ്ടാക്കുന്ന പ്രഷറും അതേപോലെ വാട്ടർ ഉണ്ടാക്കുന്ന പ്രഷറും ആഡ് ചെയ്താൽ മതി. സോ ടോട്ടൽ പ്രഷർ വിൽ ബി ρ1 GH1 പ്ലസ് ρ2 GH2. ρ1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓയിലാണ് എടുക്കുന്നതെങ്കിൽ 0.6 ഇൻറ്റു 1000 ഇൻറ്റു H1. H1 എന്ന് പറഞ്ഞാൽ ഓയിൽ ഉണ്ടാക്കുന്ന 1 മീറ്റർ ആണ്. പ്ലസ് ρ2 എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്. സോ 1000 ഇൻറ്റു G ഇൻറ്റു H2 എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആണ്. വാട്ടറിൻ്റെ ഡെപ്ത് 2 മീറ്റർ ആണ്. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.5 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ്. സോ ആൻസർ വരിക ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ അബ്സല്യൂട്ട് പ്രഷർ അറ്റ് എ പോയിന്റ് 3 മീറ്റർ ബിലോ ദ ഫ്രീ സർഫസ് ഓഫ് എ ലിക്വിഡ് ഹാവിംഗ് ഡെൻസിറ്റി 2000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഇഫ് ദ അറ്റ്മോസ്ഫിയർ പ്രഷർ ഈസ് 162 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് അബ്സല്യൂട്ട് പ്രഷർ ആണ്. എന്താണ് അബ്സല്യൂട്ട് പ്രഷർ നോക്കാം. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് സീറോ എന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന പ്രഷറിനെയാണ് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയാം. അബ്സല്യൂട്ട് സീറോ എന്ന് മെഷർ ചെയ്യുന്ന പ്രഷറിനെയാണ് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയാം. അപ്പം അബ്സല്യൂട്ട് സീറോന് മുകളിലായിരിക്കും അറ്റ്മോസ്ഫിയർ പ്രഷർ പറയാം. അപ്പൊ അറ്റ്മോസ്ഫിയർ പ്രഷറിന് മുകളിലാണ് നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഗേജ് പ്രഷർ എന്ന് പറയാം. അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും മുകളിലാണ് പ്രഷർ മെഷർ ചെയ്യുന്നതെങ്കിൽ ആ പ്രഷർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രഷർ ഉള്ളത് അങ്ങനെ അതിനെ ഗേജ് പ്രഷർ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയർ പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ ആയിരിക്കും. അതായത് ഈ ഒരു ഹൈറ്റ് കിട്ടണമെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ അത് രണ്ടും ആഡ് ചെയ്താൽ മതി. ഇനി അഥവാ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും കുറവുള്ള ഒരു പോയിന്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കുക. ഈ ഒരു പോയിന്റാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയാം നെഗറ്റീവ് ഗേജ് പ്രഷർ എന്ന് പറയാം. പക്ഷെ അതിന് കോമൺലി പറയുന്നതാണ് വാക്വം പ്രഷർ. വാക്വം പ്രഷർ എന്നാണ് അതിന് പറയേണ്ടത്. നെഗറ്റീവ് ഗേജ് പ്രഷർ എന്ന് പറയരുത്, വാക്വം പ്രഷർ എന്നാണ് പറയേണ്ടത്. സോ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും കൂടുതലാണെങ്കിൽ അതിന് ഗേജ് പ്രഷർ എന്നും അതിനേക്കാളും കുറവാണെങ്കിൽ വാക്വം പ്രഷർ എന്നും പറയും. സോ അബ്സല്യൂട്ട് പ്രഷർ ഗേജ് പ്രഷർ ആണെങ്കിൽ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയർ പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. ഇനി അഥവാ അത് വാക്വം പ്രഷർ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയർ പ്രഷർ മൈനസ് വാക്വം പ്രഷർ എന്നാവും. അതാണ് ഡിഫറൻസ് വരുന്നത്. വാക്വം പ്രഷർ ആണെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യണം, ഗേജ് പ്രഷർ ആണെങ്കിൽ നമ്മളത് ആഡ് ചെയ്യണം. ഇനി ഇവിടെ കാണാൻ പറഞ്ഞുള്ളത് അബ്സല്യൂട്ട് പ്രഷർ ആണ്, ഇവിടെ തന്നിട്ടുള്ളത് ഗേജ് പ്രഷർ ആണ്. അപ്പോൾ ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ തന്നിട്ടുണ്ട്, നമുക്ക് ഗേജ് പ്രഷർ കണ്ടോക്കാം. ഗേജ് പ്രഷർ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ റോ ജി എച്ച് ആണ്. റോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2000, ജി 9.81 ഇൻറ്റു 3. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുക 58,860 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കിട്ടും. ഇനി അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയർ പ്രഷർ. അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈസ് 1,62,000 പ്ലസ് 58,860. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്ക് 15.89 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും. സോ ആൻസർ വരിക എ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ അബ്സല്യൂട്ട് പ്രഷർ അറ്റ് എ പോയിന്റ് 4 മീറ്റർ ബിലോ ദ ഫ്രീ സർഫസ് ഓഫ് എ ലിക്വിഡ് ഹാവിംഗ് ഡെൻസിറ്റി 1500 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഇഫ് ദ അറ്റ്മോസ്ഫിയർ പ്രഷർ ഈസ് ഇക്വലന്റ് ടു 600 mm ഓഫ് മെർക്കുറി. സോ ഇവിടെ ക്വസ്റ്റ്യൻസ് ഏതാണ്ട് സെയിം ആണ്, പക്ഷെ ഇവിടെ വ്യത്യാസം എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞത് 600 mm ഓഫ് മെർക്കുറിയുടെ ബേസിലാണ്. സോ ഹൈറ്റിന്റെ ബേസിലാണ്. സോ പ്രഷർ ആദ്യം കണ്ടുപിടിക്കണം, അറ്റ്മോസ്ഫിയർ പ്രഷർ കണ്ടുപിടിക്കണം. ഇറ്റ് ഈസ് റോ ജി എച്ച്. റോ എന്ന് പറഞ്ഞാൽ ഇറ്റ് മെർക്കുറി ആണ് എടുത്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് 13,600 ഇൻറ്റു ജി. ജി എന്ന് പറഞ്ഞാൽ 9.81 ഇൻറ്റു എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ 600 mm ആണ്. അത് ഞാൻ കൺവേർട്ട് ചെയ്തിട്ട് 0.6 എന്നാക്കി എഴുതി. ഓക്കെ, അപ്പം വരിക എങ്ങനെയാണ് വരിക 13,600 ഇൻറ്റു 9.81 ഇൻറ്റു 0.6. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 80,049.6 എന്ന് കിട്ടും. 80,049.6. ഇനി ഗേജ് പ്രഷർ നോക്കാം. ഗേജ് പ്രഷർ ഈസ് ഈക്വൽ ടു റോ ജി എച്ച് ആണ്. റോ ജി എച്ച്. സോ റോ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നത് 1,500 ആണ്. ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ 9.81 ആൻഡ് ഹൈറ്റ് 4 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടുന്നത് നമുക്ക് 58,860 എന്ന് കിട്ടും. സോ അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു ഇത് രണ്ട് ആഡ് ചെയ്താൽ മതി. ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 13.89 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. സോ ആൻസർ വരിക സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രോളിക് പ്രസ് ഹാസ് എ റാം ഓഫ് 3 meter diameter and a plunger of 45 centimeter diameter. Find the weight lifted by the hydraulic press when the force applied at the plunger is 500 Newton.
സോ ഈ ക്വസ്റ്റ്യൻ പറയുന്ന മുമ്പ് ആദ്യം എന്തിന്റെ അപ്ലിക്കേഷൻ ആണെന്ന് പറയാം. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് പാസ്കൽസ് ലോ. പാസ്കൽസ് ലോസിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണിത്. അപ്പൊ എന്താണ് പാസ്കൽ ലോ നോക്കാം. പാസ്കൽ ലോ ഡിഫൈൻ ചെയ്യുന്നത് ഒരു പ്രഷർ ഒരു ലിക്വിഡ് മീഡിയത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രഷർ ഇറ്റ് ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ആൾ ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷനിലും ആ പ്രഷർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പം ഇവിടെ ഒരു 10 പാസ്കലാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും ആ പ്രഷർ എന്ന് പറഞ്ഞാൽ 10 പാസ്കലാവും. അവിടെ ഒരു ലോസും സംഭവിക്കുന്നില്ല. അതിന് ഫ്രിക്ഷൻ ലോസ് അങ്ങനെ വരുന്ന ഒരു ലോസും അവിടെ സംഭവിക്കാതെ അപ്പുറത്തെ ഉള്ള ഒരു ലിംബിൽ അല്ലെങ്കിൽ അപ്പുറത്ത് വരുന്ന ഒരു സ്ഥലത്തും നമുക്ക് വരുന്നതും സെയിം പ്രഷറാണ്. സോ ഒരു മീഡിയത്തിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡ് മീഡിയത്തിൽ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വലി ട്രാൻസ്മിറ്റഡ്. എല്ലാ സ്ഥലത്തോട്ടും ആ പ്രഷർ ഈക്വലി ട്രാൻസ്മിറ്റ് ആവും. സോ ഈ രണ്ട് ലിംബിലും ഇവിടെ വരുന്ന ഈ പ്ലഞ്ചറിലും ഇവിടെ വരുന്ന റാമിലും രണ്ട് സ്ഥലത്തും 10 പാസ്കലാണ് വരിക. ഇനി ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഞാൻ ഇതിന്റെ ഏരിയ, ഇവിടെ ഈ വരുന്ന ഈ പ്ലഞ്ചറിന്റെ ഒരു ഏരിയ ഞാൻ 5 എടുത്തു. അതേപോലെ ഇവിടുത്തെ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഒരു 50 എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന പ്രഷർ നമുക്ക് നോക്കാം. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നാണ്. പ്രഷർ ഞാൻ എടുത്തത് 10 പാസ്കലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് വരും. പ്രഷർ എന്ന് പറഞ്ഞാൽ 10 ആണ്, ഇൻറ്റു ഏരിയ ഞാൻ എടുത്തത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നത് 50 ന്യൂട്ടൺ എന്നാണ് ഇവിടുത്തെ ഫോഴ്സ് വരിക. ഇനി അതേസമയം ഇവിടുത്തെ നോക്കാം. ഇവിടെ വരുന്നത് വീണ്ടും ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ തന്നെയാണ്. പ്രഷർ പാസ്കൽ ലോ വഴി സെയിം ആയിരിക്കും. ഇവിടെ 10 കൊടുത്തോണ്ട് ഇവിടെയും 10 തന്നെ വരണം. സോ 10 എന്ന് വന്നു. ഇൻറ്റു ഏരിയ, ഏരിയ എന്ന് പറഞ്ഞാൽ 50 ആണ്. എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 500 ന്യൂട്ടൺ എന്നാണ് കിട്ടുക. സോ ഇവിടെ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ 50 ന്യൂട്ടൺ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 500 ന്യൂട്ടൺ ആണ്. സോ വെറും 50 ന്യൂട്ടൺ കൊടുത്തപ്പോൾ നമുക്ക് ഔട്ട്പുട്ടായി കിട്ടുന്നത്, ഇൻപുട്ട് 50 ന്യൂട്ടൺ കൊടുത്തപ്പോൾ ഔട്ട്പുട്ടായി കിട്ടുന്നത് 500 ന്യൂട്ടൺ ആണ്. സോ അവിടെ ഫോഴ്സ് മൾട്ടിപ്ലൈ ആണ്, ഒരു ഫോഴ്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുത്തിട്ട് നമുക്കൊരു വലിയൊരു സാധനം ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബേസിസിലാണ് നമ്മൾ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. അത് വാട്ടർ സ്റ്റേഷനിൽ ഒരു കാറിനൊക്കെ ലിഫ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ബേസിസിലാണ്. ചെറിയൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരു 5 ന്യൂട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഏരിയ എത്രമാത്രം കൂടുന്നോ അത്രമാത്രം ഫോഴ്സ് കൂടും. ഏരിയ കൂടണം എന്നാലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. കാരണം പ്രഷർ സെയിം ആണ്. പ്രഷറിന് ലോസ് സംഭവിക്കുകയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. പ്രഷർ സെയിം ആയതുകൊണ്ടും അതേപോലെ ഏരിയ കൂടുന്നതുകൊണ്ടും ഇവിടെ നമുക്കൊരു ഫോഴ്സ് മൾട്ടിപ്ലിക്കേഷൻ കിട്ടും. ഇതാണ് നമ്മുടെ പാസ്കൽസ് ലോന്റെ ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. വേറെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രോളിക് ചെയർ കണ്ടിട്ടുണ്ടാവും. ഈ ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ ക്ലിനിക് ബാർബർ ഷോപ്പിലൊക്കെ ഉള്ള ഹൈഡ്രോളിക് ചെയർ. ഒരാൾ ഇരുന്നാൽ അതിൽ അയാൾ എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും അയാളെ സിമ്പിളായിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ നടക്കുന്നത് ഈ ഒരു ഹൈഡ്രോളിക് പ്രസ്, ഈ ഒരു പാസ്കൽസ് ലോ ആണ് അവിടെ നടക്കുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഹൈഡ്രോളിക് പ്രസ് ഹാസ് എ റാം ഓഫ് 3 meter diameter and a plunger of 45 centimeter diameter. Find the weight lifted by the hydraulic press when the force applied at the plunger is 500 Newton. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു 500 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. 500 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒന്നിനെയും നോക്കാം. ഈ ഒരു ചെറിയൊരു ഭാഗത്തിനാണ് പ്ലഞ്ചർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ. അതേപോലെ ഈ ഒരു ഭാഗത്തിനാണ് റാം പറഞ്ഞിട്ടുള്ളത്, പ്ലഞ്ചറും റാമും. നമ്മൾ ആദ്യം ഏരിയ ഓഫ് പ്ലഞ്ചർ നോക്കാം. ഏരിയ ഓഫ് പ്ലഞ്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ സർക്കുലർ സെക്ഷൻ ആണ്, ഡയമീറ്റർ തന്നിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി π/4 ഇൻറ്റു ഡി സ്ക്വയർ. ഇറ്റ് വിൽ ബി π/4 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ പ്ലഞ്ചറിന്റെ ഡയമീറ്റർ 45 സെന്റിമീറ്റർ ആണ്. ഞാൻ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. 0.5 ഹോൾ സ്ക്വയർ കിട്ടുന്നത് 0.159 മീറ്റർ സ്ക്വയർ കിട്ടും. ഇതാണ് ഏരിയ ഓഫ് പ്ലഞ്ചർ. ഇനി ഏരിയ ഓഫ് റാം നോക്കാം. ഏരിയ ഓഫ് റാം സെയിം തന്നെയാണ്, π/4 ഇൻറ്റു ഡി സ്ക്വയർ എന്ന് ചെയ്യുക. π/4 ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ 3 മീറ്റർ ആണ്. 3 ഹോൾ സ്ക്വയർ വിൽ ബി 7.06 മീറ്റർ സ്ക്വയർ. ഇനി ഇവിടെ വരുന്ന പ്രഷർ നമുക്ക് നോക്കാം. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ഓഫ് പ്ലഞ്ചർ. സോ ഫോഴ്സ് വർക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 500 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. 500 ന്യൂട്ടൺ ബൈ ഏരിയ ഓഫ് പ്ലഞ്ചർ, അതായത് 0.159. ഇത് കിട്ടുന്നത് 3144 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കിട്ടും. സോ ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇവിടെ ഒരു 3144 ന്യൂട്ടൺ വരികയാണെങ്കിൽ ഇത് ഈക്വലി ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഇവിടെ വരുന്ന റാമിലും 3144 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന പ്രഷർ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടുത്തെ ഫോഴ്സ് കണ്ടാൽ മതി, ഇവിടെ വരുന്ന വെയിറ്റ് കണ്ടാൽ മതി. സോ പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നാണ്. സോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ എന്നായി. പ്രഷർ പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ കണ്ടുപിടിച്ച പ്രഷറാണ് അവിടെയും വരിക, ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ റാം ആണ്, ദാറ്റ് ഈസ് 7.06. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 22 കിലോ ന്യൂട്ടൺ ആണ്. 22 കിലോ ന്യൂട്ടൺ. സോ ആൻസർ വരിക എ ആണ്. സോ 500 ന്യൂട്ടൺ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 22 കിലോ ന്യൂട്ടൺ ആണ്. സോ വളരെ വലിയൊരു ഫോഴ്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്.
ഇതൊക്കെയാണ് ഈ ഒരു പാസ്കൽസ് ലോന്റെ ഒരു പ്രിൻസിപ്പൾ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രോളിക് പ്രസ് ഹാസ് എ റാം ഓഫ് 2 meter diameter and a plunger of 30 centimeter diameter. It is used for lifting a weight of 30 kilonewton. Find the force required on the plunger. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 30 kilonewton വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആദ്യം മുമ്പ് ചെയ്ത പോലെ തന്നെ നോക്കാം. ആദ്യം ഏരിയ ഓഫ് റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് π/4 ഇൻറ്റു റാം ആണ് 2 ആണ്. സോ 2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3.14 മീറ്റർ സ്ക്വയർ തന്നു. ഏരിയ ഓഫ് പ്ലഞ്ചർ ഈസ് ഈക്വൽ ടു π/4 ഇൻറ്റു 30 സെന്റിമീറ്റർ ആയതുകൊണ്ട് ഇറ്റ് ഈസ് 0.3 ഹോൾ സ്ക്വയർ 0.07 മീറ്റർ സ്ക്വയർ എന്നായി. സോ പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. പ്രഷർ അറ്റ് റാം എടുക്കാം. റാം ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ഓഫ് ദ റാം. സോ ഇവിടെ പറഞ്ഞ ഫോഴ്സ് ആണെങ്കിൽ 30 kilonewton ആണ്. അതിനെ ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്തു. 30,000 ഡിവൈഡ് ബൈ 3.14. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 9,554 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ്. സോ ഇതേ ഇവിടെ വരുന്ന അതേ പ്രഷർ തന്നെ ഇവിടെയും വരും. 9,554 ന്യൂട്ടൺ അവിടെയും വരും. സോ ഈ ഒരു പ്ലഞ്ചറിന്റെ സൈഡിൽ നോക്കാം. ഇനി പ്ലഞ്ചറിൽ വരുന്ന പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. സോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. പ്രഷർ എന്നാണ് സെയിം ആണ്, ദാറ്റ് ഈസ് 9,554 ഇൻറ്റു ഏരിയ. ഏരിയ ഓഫ് ദ പ്ലഞ്ചർ. പ്ലഞ്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.07. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 668 ന്യൂട്ടൺ ആണ്. സോ ആൻസർ വരിക ഡി ആണ്. സോ ഇവിടെ 668 ന്യൂട്ടൺ 668 ന്യൂട്ടൺ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 30 kilonewton ആണ്. സോ ഇവിടെയും ആ ഒരു എക്സാമ്പിൾ മനസ്സിലാവും. ഫോഴ്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നടക്കുന്നത്. സോ ഇതേപോലെയാണ് ഈ പാസ്കൽ ലോന്റെ എല്ലാ പ്രോബ്ലംസും ചെയ്യുന്നത്. അതേപോലെ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്ത ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സും പാസ്കൽസ് ലോന്റെ അപ്ലിക്കേഷനാണ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കീപ് ഷെയറിംഗ് ദ വീഡിയോ.